പിന്നെ ഇതിനിടയ്ക്ക് അന്ന് ഞങ്ങൾ സ്റ്റേഷനിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഇവരുടെ കൂടെ ഒരാൾ വന്നു. അത് എനിക്ക് പേരറിയില്ല, ശ്രീവരാഹത്തുള്ളൊരു നേതാവാണെന്നൊക്കെ പറയുന്നു. എന്തോ ഗജം മനോജ് എന്നൊക്കെ അവിടെ അന്വേഷിച്ചപ്പോൾ പറയാൻ കഴിഞ്ഞു. അപ്പോൾ ആ പുള്ളിയൊക്കെയാണ് അവിടെ ഇരുന്ന് ഇവർക്ക് വേണ്ടി വരുന്നത്. അത് ഏത് പാർട്ടിയുടെ ആണെന്ന് പോലും എനിക്കറിയത്തില്ല. എവിടെയോ എന്തോ ഒരു സംശയം തോന്നുന്നു, ആരോ ഇവരുടെ പുറകിൽ ഉണ്ട്. അന്ന് തന്നെ സ്റ്റേഷനിൽ വന്ന ഒരു നേതാവെന്ന് പറയപ്പെടുന്ന ആൾ, നേതാവായിട്ട് എനിക്ക് തോന്നിയില്ല, അയാൾ പോലും ഒരു ആരോ അയച്ചതാണ്. വേറെന്തോ ആരോ ഇതിൻ്റെ പിന്നിലുണ്ട്. അതിപ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ട് ഇപ്പോൾ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയിരിക്കുന്ന സ്ഥിതിക്ക് അവരത് അന്വേഷിക്കും. ഇതിനൊരു ന്യായമായ ഒരു അവസാനം ഉണ്ടാവും. ഇവരുടെ എല്ലായിടത്തും നമുക്ക് പോലീസുമായിട്ട് ഞാൻ പോകുമ്പോൾ എല്ലാവരും നല്ല സ്നേഹത്തിൽ പെരുമാറും. ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണ് മ്യൂസിയം CIയുടെ വളരെ മോശമായൊരു പെരുമാറ്റം. ചെന്ന ദിവസം തൊട്ട് നമ്മൾ പറയുന്നത് കേൾക്കുന്ന പോലില്ല. അറിയാൻ പറ്റില്ല, ചിലപ്പോൾ ജീവിതത്തിൽ ചിലരോട് ഇഷ്ടം അല്ലെങ്കിൽ ചിലരോട് ദേഷ്യം വരും. അത് ചിലപ്പോൾ ഞാനൊരു രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് പുള്ളിയുടെ രാഷ്ട്രീയ ഐഡിയോളജി വേറെ ആയിരിക്കാം. നമുക്കിപ്പോഴും പുള്ളിയുടെ ദേഷ്യമില്ല. അന്നും ഞാൻ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ അദ്ദേഹം വെളിയിൽ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ മൊഴി കൊടുത്തിട്ട് ഞാൻ പോയി ഷേക്കാൻ്റെ കൊടുത്തു. ഞാൻ നമസ്കാരം, സുഖമല്ലേ. കാരണം നമ്മൾ അങ്ങനെ വളർന്നവരാ. ഇപ്പോൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എനിക്ക് ഏറ്റവും കൂടുതൽ സൗഹൃദം അതിനകത്താണ്. നമ്മളവരെ കണ്ടാൽ മിണ്ടാതെ പോകും. രാഷ്ട്രീയപരമായി നമ്മൾ പ്രത്യയശാസ്ത്രപരമായി നമ്മൾ എതിർക്കുന്നു ഇലക്ഷൻ സമയത്തൊക്കെ. അല്ലാതെ അങ്ങനെ അസംബ്ലിക്കകത്ത് എല്ലാവരും കൂടി ഒരുമിച്ചല്ലിരിക്കുന്നത്. പണ്ട് ശ്രീനിവാസൻ സിനിമയിൽ പറയുന്നില്ലേ, ഈ വഴി കിടന്ന ആൾക്കാരെ കത്തിക്കുത്തും മറ്റും ചെയ്യുന്നു, നേതാക്കൾ ഒരുമിച്ചിരിക്കുന്നു. ഏതെങ്കിലും ഒരു നേതാവ് മറ്റൊരു നേതാവിനെ കുത്തിയ ചരിത്രമുണ്ടോ? ഇല്ല. ഇതൊക്കെ തെറ്റായ സംഭവങ്ങൾ. രാഷ്ട്രീയവും മറ്റേത് യൂണിഫോമിൽ നിൽക്കുന്ന ആൾ കാണിക്കാൻ പാടില്ല. നമുക്കപ്പോൾ ചെയ്യാവുന്ന ഒറ്റ വഴിയുള്ളൂ, ആഭ്യന്തരമന്ത്രിയെ നേരിട്ട് നമ്മൾ സമീപിക്കുക. നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് പരാതി കൊടുത്തിരിക്കുന്നു. അവിടെ നിന്ന് ഫോൺ വന്നിട്ടുണ്ട്. വളരെ എനിക്ക് ആശ്വാസവും സന്തോഷവും പകരുന്ന തരത്തിലാണ് അവരുടെ സംസാരം ഉണ്ടായത്. ആ ഓഫീസിനോട് പൂർണ്ണമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇപ്പോഴും ഇന്ന് ലോകത്തിൻ്റെ ഒരു തകരാറ് വെച്ച് കഴിഞ്ഞാൽ കുറ്റം ചെയ്തവരെ സംരക്ഷിക്കാൻ പലരും വരും. തെറ്റ് ചെയ്തവർ പൂർണ്ണമായി, നിങ്ങൾ മാധ്യമത്തിൽ നിൽക്കുന്ന നിങ്ങൾ കാണുന്നുണ്ട്, ന്യായം ഇതല്ല, എന്നിട്ടും അന്യായത്തിന് സപ്പോർട്ട് കിട്ടുന്ന സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇതെവിടെയൊരു ഒരു തകരാറ് ഭൂമിയിൽ തന്നെ ഉണ്ട്. അത് പ്രത്യേകിച്ച് നമ്മളത് ഓരോരുത്തരും ആലോചിക്കണം. ഇത്തരം തെറ്റുകളെയല്ല നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. നമ്മൾ അന്യായത്തിനെതിരെ വേണം സംസാരിക്കാൻ. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ജയില്, അറസ്റ്റ് പറഞ്ഞ ഇതൊന്നും എനിക്ക് ഭയമില്ല. പക്ഷേ അന്യായത്തിനാണ് ഇപ്പോൾ ഇവിടെ ന്യായം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഭീഷണിപ്പെടുത്തിയാൽ പോലും ഇല്ലേ അവർക്ക് ഈ ഓരോ മണിക്കൂറിൽ എവിടെ നിന്ന് ഇത്രയും ക്യാഷ്? അവരിപ്പോൾ പറയുന്നത് നമ്മുടെ അക്കൗണ്ടിൽ എത്ര രൂപ ബാലൻസ് ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ 5000 രൂപ പോലും ഇല്ലയെന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. ശരി, എന്നാൽ അവർ ഈ ഓവർനൈറ്റ് എവിടെ നിന്നാണ് ഇത്രയും ക്യാഷ് ഒപ്പിച്ചത്? അത് റെഡി ക്യാഷ്, അതവരെവിടെ നിന്ന് ഒപ്പിച്ചു എന്നുള്ളത് നമ്മൾ ചോദിക്കുമ്പോൾ അവർക്ക് ഉത്തരവില്ല. അത്രയേ ഉള്ളൂ. അത് മാത്രമല്ല, അവർ നമുക്ക് എന്തിന് ഈ ക്യാഷ് തന്നു? തെറ്റ് ചെയ്തിട്ടില്ലാത്തവർ ഭീഷണിപ്പെടുത്തിയാലും തരാൻ പറ്റില്ല എന്നങ്ങ് പറഞ്ഞാൽ പോരെ. അത് നമുക്ക് ഈ ഉത്തരം മുട്ടുമ്പോൾ കിടന്ന ഒരു ഇതുണ്ടല്ലോ, അതാണ് അവരുടെ ഈ ജാതി കാർഡ്. എൻ്റെ ഫാമിലിക്കകത്ത് തന്നെ എൻ്റെ അച്ഛൻ വേറെ ജാതി, എൻ്റെ അമ്മ വേറെ ജാതി, എൻ്റെ ഹസ്ബൻഡ് വേറെ ജാതിയാണ്. അപ്പോൾ ജാതിയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങണമെങ്കിൽ തന്നെ എൻ്റെ ഫാമിലിക്കകത്ത് ആദ്യം ചോദ്യം വരും. മനസ്സിലായില്ലേ? ജാതിയിൽ പ്രശ്നമുള്ള ഒരാളാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഓഫീസിൽ ഇവരെ റിക്രൂട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്? ഇവരുടെ ജാതി എനിക്ക് അന്വേഷിച്ചിട്ട് ഈ ജാതിയിലുള്ളവർ നമ്മുടെ ഓഫീസിൽ വേണ്ട എന്ന് പറഞ്ഞാൽ മതി.